ഇറാനെതിരെ ഉപരോധ നടപടികൾ കർശനമാക്കി US. ഇറാന്റെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ വിമാന സർവീസായ മഹൻ എയർ ഉൾപ്പെടെ 6 സ്ഥാപനങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തി. ശക്തമായ സൈനിക നടപടി തുടരുമെന്ന് US മുന്നറിയിപ്പ് നിലനിൽക്കുന്ന വേളയിലും ബഹ്റൈനിലും ജോർദാനിലും ഇറാൻ ആക്രമണം നടത്തി പ്രകോപനം തുടരുകയാണ്. ഉപരോധങ്ങൾ ശക്തമാക്കി ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന കൃത്യമായ നീക്കമാണ് US തുടരുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ വിമാന സർവീസായ മഹൻ എയർ സർവീസിന് US ഉപരോധം ഏർപ്പെടുത്തി. IRGCക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. സമാന രീതിയിൽ IRGCക്ക് വേണ്ടി പ്രവർത്തിച്ച 6 സ്ഥാപനങ്ങൾ കൂടി ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ട്രാവൽ ഏജൻസിയായ സ്കീസ് ട്രാവൽസും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. സാമ്പത്തിക നടപടി ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലും USന്റെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം തുടരുകയാണ് ഇറാൻ. ഇന്നലെ ജോർദാനിലും കുവൈറ്റിലും ഇറാൻ ആക്രമണം നടത്തി. ഇന്ന് പുലർച്ചെയും ബഹ്റൈനിൽ ഇറാൻ ആക്രമണം നടത്തി. തുടർച്ചയായ ഇറാൻ പ്രകോപനപരമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ഹോർമോസിലെ ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള ഉപരോധം US ശക്തമാക്കുകയാണ്. ഇറാൻ തുറമുഖം ലക്ഷ്യമാക്കിയെത്തിയ 24 കപ്പലുകൾ തിരിച്ചയച്ചതായി സെൻട്രൽ കമാൻഡ് അറിയിച്ചു. 2 കപ്പലുകൾ യാത്ര തുടരാനാവാത്ത വിധം തകർക്കുകയും 2 കപ്പലുകൾ സൈനിക ഇടപെടൽ വഴി തടഞ്ഞുവെച്ചെന്നും സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. ഇറാനെതിരെ 2 ആഴ്ച നീളുന്ന അതിശക്തമായ ആക്രമണം നടത്താനുള്ള നീക്കങ്ങളാണ് തുടരുന്നതെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.